ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. നമ്മളറിയാതെ നമ്മുടെ അടുത്ത് തന്നെ വിട പറഞ്ഞു പോവുകയും ചെയ്യും. എന്നും ഹബീബിനെ ഓർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് അന്തള്ള ആളുകൾക്ക്, പരിപൂർണമായ ഈമാനുള്ള ആളുകൾക്ക് റബീഉൽ അവ്വൽ വരുമ്പം സന്തോഷം പ്രത്യേകിച്ച് ഓർമ്മയ്ക്ക് വരും ഹബീബിനെ പറ്റി. ബഹുമാനപ്പെട്ട ഖാലൽ ഹസനുൽ ബസരിയു റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാൻ പറയാം, നമുക്കറിയാം, എന്നാലൊന്നും പറഞ്ഞാലും കൂലിയാണ്, കേട്ടാലും കൂലിയല്ല. വദിത്തു, ഞാൻ ആഗ്രഹിച്ചു, ലൗകാനലി മിസ്ലു ജബലിൻ ഉഹദ്, ലൗകാനലി മിസ്ലു ജബലി ഉഹദിൻ ദഹബാ, എനിക്ക് ഉഹദ് മലയോളം പൊന്നുണ്ടായിരുന്നുവെങ്കിൽ മാഷാ അല്ലാഹ് ഞാൻ എന്താ കാട്ടറിയോ, ലഅൻഫഖ്തുഹു, അത് മുഴുവനും ഞാൻ ചെലവഴിക്കും, അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മൗലിദ് ഓതലിൻ്റെ മേൽ. അപ്പം അതിന് വേണ്ടി, അതിന് എന്തൊക്കെ വേണോ അതിന് വേണ്ടി കാശൊക്കെ ചെലവഴിക്കും. നമ്മളെ വീട്ടിൽ കല്യാണം, സൽക്കാരം, പേരക്കുട്ടികളെ സൽക്കാരം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം നമ്മൾ ചെയ്യും. എന്താ കാരണം അറിയോ? ഓലെ നമ്മൾ അത് സ്നേഹിച്ചു. അതിൻ്റെ മകളാണ്, മകനാ, മകൻ്റെ മകളാ. സ്വന്തക്കാരോട് വല്ലാത്ത മഹബത്താണല്ലോ നമുക്ക്. സ്വന്തമല്ലെങ്കിൽ നമ്മൾ കാശൊക്കെ എന്താക്കും, കടം വാങ്ങിയിട്ട് ബമ്പം പരിപാടി ഉണ്ടാക്കും. എന്നാൽ സ്വന്തത്തിനേക്കാളും ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിന് അത് അവനേക്കാളും, അവൻ്റെ ആത്മാവിനേക്കാളും അവനക്ക് ബന്ധം ആരോടാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പേരിൽ നമ്മൾ വലിയ സൽക്കാരം ഉണ്ടാക്കുന്നുണ്ടോ? ഹബീബിൻ്റെ പേരിൽ സ്വതക്ക ചെയ്യുന്നുണ്ടോ? മാഷാ അല്ലാഹ്. നമ്മൾ നടത്തണത് വീട്ടിലെ ഉള്ളയാളുകളെ കാശിറക്കിയിട്ട് വലിയ സദ്യ ഉണ്ടാക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഅദീം ചെയ്തുകൊണ്ട് ചെയ്യുക വലിയ പുണ്യല്ലേ. സാക്ഷാൽ 8-ാം നൂറ്റാണ്ടിലെ ഇബ്നു തീമിയ വരെ പറഞ്ഞു, മൗലിദിൽ ഹബീബിനെ ആദരിക്കുകയാണെങ്കിൽ അത് പുണ്യമുള്ള കർമ്മമാണ്, പുണ്യകർമ്മമാണ്. മാഷാ അല്ലാഹ്. എന്നാലോ ഇവിടുത്തെ വഹാബി കുഞ്ഞാടുകളോ നേതാവിനെ വിഷയത്തിൽ അംഗീകരിക്കുന്നില്ല. കഷ്ടം. അപ്പം നമ്മൾ വലിയ പരിപാടിയൊക്കെ ഉണ്ടാക്കണം. ഇഷ്കണ്ട, ബുഹ്ല് കാട്ടണ്ട. ഒന്നും അതിലൊരു 5 കാശും അരക്കാശും വെറുതെ ആവില്ല. പക്ഷെ അഹങ്കാരത്തിന് വേണ്ടിയാവരുത്, ആളുകളെ ബോധിപ്പിക്കാനായിട്ട്. ഖൽബിൽ നിന്ന് ഹബീബിനോട് വന്ന മഹബത്തിൻ്റെ പേരിൽ വന്നാൽ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.